ॐ जडाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं दत्तात्रेयम् अहं भजेत्. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 13. ആനന്ദശർമ്മയുടെ കഥ. സുബ്ബയ്യ ശ്രേഷ്ഠിയുടെ അനുവാദം വാങ്ങി ഞാൻ പീഠികാപുരത്തേക്ക് പുറപ്പെട്ടു. സന്ധ്യ ആയപ്പോഴേക്ക് ഞാൻ ഒരു ഗ്രാമത്തിലെത്തി. ഏത് ഗൃഹത്തിലേക്കാണ് ഭിക്ഷ ചോദിച്ച് ചെല്ലേണ്ടത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. ഒരു ബ്രാഹ്മണൻ തൻ്റെ വീടിന് പുറത്ത് ഒരു മേടയിൽ സ്വസ്ഥമായി ഇരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം അരികിൽ ഇരിക്കുന്നവരുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ പ്രകാശമയമായിരുന്നു. അവയിൽ നിന്ന് സഹാനുഭൂതി നിറഞ്ഞൊഴുകിയിരുന്നു. അദ്ദേഹം എന്നെ സ്നേഹപൂർവ്വം അകത്തേക്ക് ക്ഷണിക്കുകയും ആഹാരം നൽകുകയും ചെയ്തു. ഞാൻ ആഹാരം കഴിച്ചതിനു ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ കുട്ടി, എൻ്റെ പേര് ആനന്ദ ശർമ്മ. ഞാൻ ഭക്തിപൂർവ്വം ഗായത്രി മന്ത്രം ജപിക്കാറുണ്ട്. കുറച്ചു സമയത്തിന് മുമ്പ് എൻ്റെ അകക്കണ്ണുകൾക്ക് മുമ്പിൽ ഗായത്രി മാതാവ് പ്രത്യക്ഷപ്പെടുകയും ഒരു ദത്തഭക്തൻ വരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു. സന്ദർശകന് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകണമെന്നും ദത്തപ്രഭുവിനെ ദർശിക്കുമ്പോൾ അതിൻ്റെ പുണ്യം ലഭിക്കുമെന്നും മാതാവ് പറഞ്ഞു. മാതാവ് പറഞ്ഞതുപോലെ എല്ലാം നടന്നു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീമാൻ, ഞാൻ ദത്തൻ്റെ ഒരു ഭക്തൻ മാത്രമാണ്. ദത്തൻ ഇപ്പോൾ ഭൂമിയിൽ ശ്രീപാദ ശ്രീവല്ലഭൻ എന്ന പേരിൽ നടക്കുന്നുണ്ട് എന്ന് കേട്ട് അദ്ദേഹത്തെ ദർശിക്കുവാനായി ഞാൻ കുരുവപുരത്തേക്ക് പോവുകയാണ്. എൻ്റെ പേര് ശങ്കരഭട്ട്. കർണാടകത്തിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണനാണ്. കണ്വാശ്രമ വിവരണം. ഞാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ആനന്ദശർമ്മ ചിരിച്ചു. അദ്ദേഹം പറഞ്ഞു, ശ്രീമാൻ, എൻ്റെ പിതാവ് എൻ്റെ ഉപനയന ചടങ്ങ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു അവധൂതൻ ഞങ്ങളുടെ ഗൃഹത്തിൽ വന്നു. ഞങ്ങളുടെ ആളുകൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഗായത്രി മന്ത്രാനുഷ്ഠാനത്തെക്കുറിച്ച് അദ്ദേഹം പല കാര്യങ്ങളും വിവരിച്ചു പറഞ്ഞു. അദ്ദേഹം ഞങ്ങളോട് ബൃഹത് ശിലകോനയിൽ പോയി നൃസിംഹദേവനെ ദർശിക്കുവാൻ നിർദ്ദേശിച്ചു. എൻ്റെ പിതാവ് എന്നെ പെഞ്ചല കോനയിലേക്ക് കൊണ്ടുപോയി, അതായത് ബൃഹത് ശില കോനയിലേക്ക് കൊണ്ടുപോയി. അവിടെ നൃസിംഹദേവനെ ദർശിച്ചതിന് ശേഷം അപ്രതീക്ഷിതമായി എൻ്റെ അച്ഛൻ ധ്യാനത്തിൽ നിമഗ്നനായി. ആ ധ്യാനം വളരെ രാപ്പകലുകൾ നീണ്ടുപോയി. എനിക്ക് ഭയമായി. എനിക്ക് വിശപ്പും ഉണ്ടായിരുന്നു. അപരിചിതനായ ഒരാൾ എനിക്ക് ആഹാരം തന്നു. അയാൾ എന്നെ ദുർഗമമായ കാട്ടുപാതകളിൽ കൂടി ഒരു ഗുഹയിലേക്ക് കൊണ്ടുപോയി. അയാൾ അപ്രത്യക്ഷനായി. ആ ഗുഹയിൽ ഞാൻ വൃദ്ധനായ ഒരു തപസ്വിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ജ്വലിക്കുന്ന തീഗോളങ്ങൾ പോലെ ആയിരുന്നു. അദ്ദേഹത്തെ സേവിക്കാൻ 101 ഋഷികൾ ഉണ്ടായിരുന്നു. ഞാൻ കണ്ണു മഹർഷിയാണെന്നും ആ പ്രദേശം തൻ്റെ തപോഭൂമിയാണെന്നും തൻ്റെ ശിഷ്യന്മാർ കാഴ്ചയ്ക്ക് യുവാക്കളായി തോന്നുമെങ്കിലും അനേകായിരം വർഷങ്ങൾ പ്രായമുള്ളവരാണെന്നും അദ്ദേഹം പറഞ്ഞു. ദത്തപ്രഭുവിനെ അവധൂത രൂപത്തിൽ ദർശിച്ചതുകൊണ്ട് നേടിയ മഹാപുണ്യം കൊണ്ടാണ് എനിക്ക് ആ തപോഭൂമിയിൽ വരുവാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. സംഭ്രമവും ആശ്ചര്യവും കൊണ്ട് എനിക്ക് സംസാരിക്കുവാൻ കഴിയാതെയായി. ദേഹം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ണുമഹർഷി പറഞ്ഞു, ഇപ്പോൾ ദത്തപ്രഭു ശ്രീപാദ ശ്രീവല്ലഭൻ്റെ രൂപത്തിൽ പീഠികാപുരത്തുണ്ട്. ദയാപൂർവം ഞങ്ങളെ സംരക്ഷിക്കുവാൻ നീ അദ്ദേഹത്തോട് അപേക്ഷിക്കൂ. നിനക്ക് എത്രയും നേരത്തെ ശ്രീപാദ ശ്രീവല്ലഭ ദർശനം ലഭിക്കുമാറാകട്ടെ. ഇപ്രകാരം പറഞ്ഞ് അദ്ദേഹം തൻ്റെ പവിത്രമായ കൈ എൻ്റെ ശിരസിൽ വച്ച് എന്നെ അനുഗ്രഹിച്ചു. ക്ഷണം കൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അരികിൽ എത്തി. അദ്ദേഹം വീണ്ടും സാധാരണ നിലയിൽ ആയതിനു ശേഷം ഞങ്ങൾ സ്വഗ്രാമത്തിലേക്ക് പോയി. കണ്വാശ്രമത്തിൽ വെച്ചുണ്ടായ എൻ്റെ അനുഭവത്തെക്കുറിച്ചോ ദത്തപ്രഭുവിൻ്റെ പുതിയ അവതാരം പീഠികാപുരത്ത് ഉണ്ടെന്ന വിഷയമോ ഞാൻ അദ്ദേഹത്തെ അറിയിച്ചില്ല. രാജമഹേന്ദ്രവരത്തിന് അടുത്തുള്ള പട്ടസാചല പുണ്യക്ഷേത്രം. സമയം പോയിക്കൊണ്ടിരുന്നു. കണ്ണുമഹർഷിയുടെ അനുഗ്രഹ സാഫല്യം കൊണ്ട് ധ്യാനസമയത്ത് എനിക്ക് പാദുകങ്ങളുടെ ദർശനം സാധ്യമായി. ഒരിക്കൽ ചില ബന്ധുക്കൾ ഞങ്ങളുടെ ഗൃഹത്തിലേക്ക് വന്നു. പുണ്യനദികളിൽ സ്നാനം ചെയ്യുവാനും തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുവാനും അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അച്ഛൻ കൂടെ ചെല്ലണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് 10 വയസ്സായിരുന്നു. അച്ഛൻ എന്നോട് വലിയ വാത്സല്യമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്നോടും കൂടെ ചെല്ലുവാൻ പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. രാജമഹേന്ദ്രവരം
പട്ടണം ഗോദാവരി നദിയുടെ കരയിലാണ്. രാജമഹേന്ദ്രവരത്തിനു വടക്കു ഭാഗത്തുള്ള കുന്നുകളിൽ ചില ഋഷികൾ തപസ്സു ചെയ്തിരുന്നു. കിഴക്കു ഭാഗത്തുള്ള കുന്നുകളിൽ വേറെ ചില ഋഷികളും തപസ്സനുഷ്ഠിച്ചിരുന്നു. പരിപാവനമായ പട്ടസാചല ക്ഷേത്രം രാജമഹേന്ദ്രവരത്തുനിന്ന് വളരെ ദൂരെയല്ലാതെ ഗോദാവരി നദിയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. മഹാശിവരാത്രിക്ക് ഋഷീശ്വരന്മാരിൽ ചിലർ പട്ടസാചല ക്ഷേത്രത്തിനും മറ്റു ചിലർ രാജമഹേന്ദ്രവരത്തെ കോടിലിംഗ ക്ഷേത്രത്തിനും വേദസ്തോത്രങ്ങൾ ചൊല്ലാറുണ്ട്. കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കും നിന്നെത്തുന്ന ഋഷികളെല്ലാം മധ്യത്തിൽ എതുരുലപല്ലി എന്ന ഗ്രാമത്തിൽ സമ്മേളിക്കാറുണ്ട്. അവർ ഈ ഗ്രാമത്തിന് തൊട്ടടുത്തുള്ള മുനിഗൂഢലി ഗ്രാമത്തിൽ വിശ്രമിക്കും. അവർ അവിടെ പരസ്പരം ചർച്ചകൾ നടത്താറുണ്ട്. എനിക്ക് അച്ഛൻ്റെ കൂടെ മുനിഗൂഢലി ഗ്രാമം സന്ദർശിക്കുവാൻ ഭാഗ്യമുണ്ടായി. എല്ലാം ദത്തപ്രഭുവിൻ്റെ ലീല. കലിയുഗത്തിൽ ശ്രീ ദത്താത്രേയൻ്റെ ആദ്യ അവതാരമായ ശ്രീപാദ ശ്രീവല്ലഭൻ. ഏറ്റവും ഗഹനങ്ങളായ വേദാന്ത വിഷയങ്ങളും യോഗശാസ്ത്ര രഹസ്യങ്ങളും ജ്യോതിശാസ്ത്ര വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൽ പങ്കെടുത്ത മഹാമുനിമാർ ശ്രീ ദത്താത്രേയൻ ശ്രീപാദ ശ്രീവല്ലഭനാമത്തിൽ പീഠികാപുരത്ത് അവതരിച്ചതായും അത് കലിയുഗത്തിൽ ഒന്നാമത്തേതും സമ്പൂർണവുമായ ദത്താവതാരമാണെന്നും ഐകകണ്ഠ്യമായി പ്രഖ്യാപിച്ചു. അദ്ദേഹത്തെ ഭൗതികമായി കാണാൻ കഴിയാത്തവർക്ക് ധ്യാനപ്രക്രിയകളിലൂടെ തങ്ങളുടെ ഹൃദയത്തിൽ കാണാൻ കഴിയുമെന്നും ഈ അവതാരം അത്യന്തം ശാന്തവും കരുണാരസപരിപൂർണവും ആണെന്നും അവർ പ്രസ്താവിച്ചു. അതിനുശേഷം അച്ഛൻ എന്നെ പീഠികാപുരത്തേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ കൂടെ പോന്ന പണ്ഡിതവൃന്ദം പാദഗയാ തീർത്ഥത്തിൽ സ്നാനം ചെയ്യുകയും കുക്കുടേശ്വര ദേവാലയത്തിലെ വിവിധ ദേവതകളെ ദർശിക്കുകയും അർച്ചിക്കുകയും ചെയ്തു. അവിടെ നിന്ന് വേദസൂക്തങ്ങൾ ചൊല്ലിക്കൊണ്ട് ശ്രീ ബാപ്പനാരിയുടെ സ്ഥലത്തേക്ക് പോയി. ശ്രീ ബാപ്പനാരിയും അപ്പലരാജ ശർമ്മയും അവരുടെ പണ്ഡിതവൃന്ദവും വേദമന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഞങ്ങളെ എതിരേറ്റു. അത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അപ്രകാരമുള്ള ദിവ്യവും ശ്രേഷ്ഠവുമായ രംഗങ്ങൾ കാണണമെങ്കിൽ പൂർവ്വജന്മങ്ങളിൽ ആർജിച്ച സുകൃതവിശേഷം ഉണ്ടായിരിക്കണം. ശ്രീപാദൻ്റെ ദിവ്യമംഗള സ്വരൂപ വർണ്ണന. ഞങ്ങൾക്കെല്ലാം ബാപ്പനാരിയുടെ ഗൃഹത്തിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കപ്പെട്ടിരുന്നു. ആ കാലത്ത് ശ്രീപാദ ശ്രീവല്ലഭൻ്റെ വയസ്സ് 5 വർഷത്തിലധികമായിരുന്നില്ല. ദേഹമാസകലം പാലൂറുന്ന ആ കുരുന്ന പ്രായത്തിൽ ആ ദിവ്യശിശു അത്യന്തം തേജസ്വിയും ഉജ്ജ്വലനും സുഭഗനും ആജാനബാഹുവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് സ്നേഹവും കാരുണ്യവും പ്രവഹിച്ചിരുന്നു. ഞാൻ ആ ശ്രീപാദങ്ങൾ സ്പർശിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ അഭയഹസ്തം എൻ്റെ തലയിൽ വെച്ചു. ജന്മജന്മാന്തരങ്ങളിൽ നിനക്ക് എൻ്റെ അനുഗ്രഹമുണ്ടാകും. നിന്റെ അവസാനത്തെ ജന്മത്തിൽ നീ വെങ്കയ്യ എന്നു പേരുള്ള ഒരു അവധൂതനായിരിക്കും. അഗ്നിഹോത്രത്തിൽ നിരതനായിക്കൊണ്ട് വരൾച്ചയുടെ കാലങ്ങളിൽ മഴ പെയ്യിക്കുവാനും ലൗകികരായ ജനങ്ങളുടെ വിഷമങ്ങൾ പരിഹരിക്കുവാനും നിനക്ക് കഴിയുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു: ശ്രീപാദൻ്റെ ലീലകൾ എത്ര അധികം കേൾക്കുന്നുവോ അത്രയധികം അവ അത്ഭുതകരവും വിചിത്രവുമായി തോന്നുന്നു. ഗായത്രി മന്ത്രസാധനയുടെ രഹസ്യങ്ങൾ പറഞ്ഞു തരുവാൻ പ്രാർത്ഥിക്കുന്നു. ഗായത്രി മന്ത്ര സർവാക്ഷര മഹിമാ വർണ്ണന. ആനന്ദ ശർമ്മ ഇപ്രകാരം വിവരിച്ചു: ഗായത്രി ശക്തി വിശ്വം മുഴുവൻ പരന്ന ശക്തിയാണ്. ആ ശക്തിയുമായി ബന്ധം സ്ഥാപിച്ചാൽ എല്ലാ മേഖലകളിലേക്കും സൂക്ഷ്മപ്രകൃതി സ്വാധീനമാകുന്നു. അപ്പോൾ മുതൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ സമ്പത്തും നിങ്ങൾക്ക് ലഭ്യമാകുന്നു. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നാഡികൾ ശരീരത്തിൽ എല്ലായിടത്തും വ്യാപിക്കുന്നു. ഏതാനും നാഡികൾ കൂടിച്ചേരുന്ന കേന്ദ്രത്തിന് ഗ്രന്ഥി എന്ന് പറയുന്നു. ജപയോഗത്തിൽ പ്രാവീണ്യം നേടിയവർക്ക് ആ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ഗ്രന്ഥികളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. ഓം ശിരസിൽ നിന്ന് 6 അങ്കുലം അകലത്തിലും, ഭൂ വലതു കണ്ണിന് മുകളിൽ 4 അങ്കുലം അകലത്തിലും, ഭുവ 3-ാം കണ്ണിനു മുകളിൽ 3 അങ്കുലം അകലത്തിലും, സ്വഹ ഇടത് കണ്ണിനു മുകളിൽ 4 അങ്കുലം അകലത്തിലും ജപിക്കുമ്പോൾ ഗ്രന്ഥികളിൽ നിഷ്ക്രിയമായി കിടക്കുന്ന ശക്തികൾ ഉണർത്തപ്പെടുന്നു. താഴെ പറയുന്ന ബീജാക്ഷരങ്ങൾ അവയ്ക്ക് നേരെ കാണിച്ച ആവശ്യങ്ങൾക്കായി ജപിക്കേണ്ടതാണ്. ആജ്ഞാചക്ര ഭാഗത്തുള്ള താപിനി ഗ്രന്ഥിയിലുള്ള സാഫല്യശക്തിയെ ഉണർത്തുവാൻ തത്. ഇടതു കണ്ണിലെ സഫലതാ ഗ്രന്ഥിയിലുള്ള പരാക്രമശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ സ. വലതു കണ്ണിലെ വിശ്വഗ്രന്ഥിയിലുള്ള പാലനശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ വി.
ഇടത് ചെവിയിലുള്ള തൃഷ്ടിഗ്രന്ഥിയിലുള്ള മംഗളകര ശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ തു. വലതു ചെവിയിലെ വരദാഗ്രന്ഥിയിലുള്ള യോഗശക്തി സിദ്ധിക്കുവാൻ വ. നാസികാമൂലത്തിലെ രേവതീഗ്രന്ഥിയിലുള്ള പ്രേമശക്തി സിദ്ധിക്കുവാൻ രേ. മുകൾ ചുണ്ടിലെ സൂക്ഷ്മഗ്രന്ഥിയിലുള്ള ഘനശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ നി. കീഴ്ചുണ്ടിലെ ജ്ഞാനഗ്രന്ഥിയിലുള്ള തേജശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ യം. കണ്ഠത്തിലെ ഭർഗഗ്രന്ഥിയിലുള്ള രക്ഷണശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ ഭർ. തൊണ്ടയിലുള്ള ഗോമതി ഗ്രന്ഥിയിലെ ബുദ്ധിശക്തി സിദ്ധിക്കുവാൻ ഗോ. നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് മുകളിലായുള്ള ദേവിക ഗ്രന്ഥിയിലുള്ള ധമനശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ ദേ. നെഞ്ചിൻ്റെ വലതുഭാഗത്ത് മുകളിലായുള്ള വരാഹി ഗ്രന്ഥിയിലുള്ള നിഷ്ഠാശക്തി ഉത്തേജിപ്പിക്കുവാൻ വ. വാരിയെല്ലുകൾ ഉദരത്തിൻ്റെ മുകൾ ഭാഗത്ത് യോജിക്കുന്ന സ്ഥാനത്തുള്ള സിംഹിനി ഗ്രന്ഥിയിലുള്ള ധാരണാശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ സ്യ. കരളിലെ ധ്യാനഗ്രന്ഥിയിലുള്ള പ്രാണശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ ധീ. പ്ലീഹയിലെ മര്യാദാഗ്രന്ഥിയിലുള്ള സംയമശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ മ. നാഭിയിലെ സ്ഫുടഗ്രന്ഥിയിലുള്ള തപോശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ ഹി. നട്ടെല്ലിൻ്റെ അറ്റത്തുള്ള മേധാഗ്രന്ഥിയിലുള്ള ദൂരദർശിതാ ശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ ധി. ഇടതു ചുമലിലെ യോഗമായ ഗ്രന്ഥിയിലുള്ള അന്തർനിഹിത ശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ യോ. വലതു ചുമലിലെ യോഗിനി ഗ്രന്ഥിയിലുള്ള ഉൽപാദന ശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ യോ. വലതു കൈത്തണ്ടയിലെ ധാരണീ ഗ്രന്ഥിയിലുള്ള സരസദാ ശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ ന. ഇടതു കൈത്തണ്ടയിലെ പ്രഭവഗ്രന്ഥിയിലുള്ള ആദർശ ശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ പ്ര. വലതു മണിബന്ധത്തിലെ ഊഷ്മാഗ്രന്ഥിയിലുള്ള സാഹസശക്തി ഉത്തേജിപ്പിക്കുവാൻ ചോ. വലതു കൈപ്പത്തിയിലെ ദൃശ്യഗ്രന്ഥിയിലുള്ള വിവേകശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ ദ. ഇടതു കൈപ്പത്തിയിലെ നിരഞ്ജന ഗ്രന്ഥിയിലുള്ള സേവാശക്തിയെ ഉത്തേജിപ്പിക്കുവാൻ യാത്. ഈ വിധത്തിൽ ഗായത്രി മന്ത്രത്തിലുള്ള 24 അക്ഷരങ്ങളും നമ്മുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള 24 ഗ്രന്ഥികളും ആ ഗ്രന്ഥികളിലുള്ള 24 വിധം ശക്തികളും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. 9 എന്ന സംഖ്യ ശാശ്വതമായ ബ്രഹ്മതത്വത്തെ സൂചിപ്പിക്കുന്നു. 8 എന്ന സംഖ്യ മായാതത്വത്തെ സൂചിപ്പിക്കുന്നു. ദോ ചൗപാതി ദേവ് ലക്ഷ്മി എന്ന വാക്യത്തിൻ്റെ വിവരണം. ശ്രീപാദൻ തനിക്ക് താൽപ്പര്യമുള്ളവരുടെ ഗൃഹങ്ങളിൽ നിന്ന് 2 ചപ്പാത്തി സ്വീകരിക്കാറുണ്ട്. ദോ ചപ്പാത്തി ദേവ് ലക്ഷ്മി എന്നതിന് പകരമായി ദോ ചൗപാതി ദേവ് ലക്ഷ്മി എന്ന് വിളിച്ചു പറയും. ദോ എന്നാൽ 2 എന്ന സംഖ്യയെയും ചൗ എന്നാൽ 4 എന്ന സംഖ്യയെയും പതിദേവ് എന്നാൽ ജഗത് പ്രഭുവായ പരമേശ്വരനെ ധ്വനിപ്പിച്ചുകൊണ്ട് 9 എന്ന സംഖ്യയെയും ലക്ഷ്മി എന്നത് മായാസ്വരൂപമായ 8 എന്ന സംഖ്യയെയും സൂചിപ്പിക്കുന്നു. അങ്ങനെ 2, 4, 9, 8 എന്ന സംഖ്യയായി. താൻ ഗായത്രി മാതാവും പരമേശ്വരനും പരാശക്തിയുമാണെന്ന് സൂചിപ്പിക്കുവാനായി ശ്രീപാദൻ ഈ സംഖ്യയെ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു, ശ്രീമാൻ, ഗായത്രി മന്ത്രത്തിലെ 24 അക്ഷരങ്ങളെക്കുറിച്ച് അങ്ങ് പറഞ്ഞത് കുറേയൊക്കെ ഞാൻ മനസ്സിലാക്കി. 9 എന്ന സംഖ്യ പരമാത്മാ സ്വരൂപമാണ്, 8 എന്ന സംഖ്യ മായാസ്വരൂപമാണ്. 9 എന്ന സംഖ്യയുടെ വിവരണം. ആനന്ദശർമ്മ പറഞ്ഞു, പ്രിയ ശങ്കരഭട്ട്, പരമാത്മാവ് പ്രപഞ്ചത്തിന് അതീതനാണ്. അദ്ദേഹം മാറ്റങ്ങൾക്ക് വിധേയനല്ല. 9 ഒരു വിചിത്ര സംഖ്യയാണ്. 9നെ 1 കൊണ്ട് ഗുണിച്ചാൽ ഫലം 9, 9നെ 2 കൊണ്ട് ഗുണിച്ചാൽ ഫലം 18, 1നോട് 8 ചേർത്താൽ ഫലം 9, 9നെ 3 കൊണ്ട് ഗുണിച്ചാൽ ഫലം 27, 2നോട് 7 ചേർത്താൽ ഫലം 9. ഇതുപോലെ 9നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും കിട്ടുന്ന ഫലത്തിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ഫലം 9 ആയിരിക്കും. ഇപ്രകാരം 9 ശാശ്വതമായ ബ്രഹ്മതത്വത്തെ സൂചിപ്പിക്കുന്നു. ഗായത്രി വിവരണം. അതുമാത്രമല്ല, ഗായത്രി മന്ത്രം കൽപ്പവൃക്ഷത്തെ പോലെയാണ്. അതിലെ ഓങ്കാരം ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന തായ്തടിയാണ്. ഓങ്കാരോച്ചാരണം കൊണ്ട് ഭഗവാന്റെ അസ്തിത്വത്തെക്കുറിച്ചും പരമേശ്വരനോട് ഉണ്ടായിരിക്കേണ്ട ഉറച്ച വിശ്വാസത്തെയും ദൃഢനിശ്ചയത്തെയും കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നു. തായ്തടി ഭൂ, ഭുവ, സ്വഹ എന്ന 3 ശാഖകളായി പിരിയുന്നു. ഭൂ എന്നത് ആത്മജ്ഞാനത്തെ പകർന്നു തരുവാൻ കഴിവുള്ളതാണ്. ഭുവ എന്നത് ശരീരമെടുത്ത ജീവൻ അനുഷ്ഠിക്കേണ്ട കർമ്മയോഗത്തെ സൂചിപ്പിക്കുന്നു. സ്വഹ എന്നത് എല്ലാ ദ്വന്ദ്ങ്ങളിലും സമനില പാലിച്ചുകൊണ്ട് സമാധിസ്ഥിതി കൈവരിക്കുവാൻ സഹായിക്കുന്നു.
ഭൂ എന്ന ശാഖയിൽ നിന്ന് തത് സവിതു വരേണ്യം എന്ന 3 ഉപശാഖകൾ ഉത്ഭവിക്കുന്നു. തത് എന്നത് വ്യക്തിക്ക് ജീവന വിജ്ഞാനം നൽകുന്നു. സവിതു എന്നത് വ്യക്തിക്ക് ശക്തി നൽകുന്നു. വരേണ്യം എന്നത് മനുഷ്യനെ ജന്തുധർമ്മങ്ങളെ കവിഞ്ഞ് ഒരു ദിവ്യ വ്യക്തിയായി മാറുവാൻ സഹായിക്കുന്നു. ഭുവ എന്ന ശാഖയിൽ നിന്ന് ഭർഗോ ദേവസ്യ ധീമഹി എന്ന 3 ഉപശാഖകൾ ഉത്ഭവിക്കുന്നു. ഭർഗോ എന്നത് നൈർമല്യത്തെ വർദ്ധിപ്പിക്കുന്നു. ദേവസ്യ എന്നത് ദേവകൾക്ക് മാത്രം സാധ്യമായ ദിവ്യദൃഷ്ടി സമ്മാനിക്കുന്നു. ധീമഹി എന്നത് സദ്ഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നു. സ്വഹ എന്ന ശാഖയിൽ നിന്നും ധിയോ യോന പ്രചോദയാത് എന്ന 3 ഉപശാഖകൾ ഉത്ഭവിക്കുന്നു. ധിയോ എന്നത് വിവേകത്തെയും യോന എന്നത് സംയമത്തെയും പ്രചോദയാത് എന്നത് സമസ്ത ജീവരാശികളോടുമുള്ള സേവാ മനോഭാവത്തെയും വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഇപ്രകാരം ഗായത്രി കൽപ്പവൃക്ഷത്തിന് 3 ശാഖകളും ഓരോ ശാഖയ്ക്കും 3 ഉപശാഖകളും ഉണ്ടെന്ന് മനസ്സിലായല്ലോ. അതുപോലെ 24,9,8 എന്നത് ശ്രീപാദ ശ്രീവല്ലഭനെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ്. 9 എന്ന സംഖ്യയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ വിസ്തരിച്ചു പറഞ്ഞു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.